മൈ ഗോഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അടുത്ത് ഇരയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ മൂവി ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദി ലീഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റായ മിറിൻഡയാണ്. മിറിൻഡനെ നമ്മളുടെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്തത് നമ്മളെ എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു ആണ്. രഞ്ജു പറഞ്ഞു മിറിൻഡ നല്ലൊരു ഇരയായിരിക്കും ആൻഡ് നമ്മൾ കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുകയാണ്. ജോയിന് കുറച്ചൊരു പേടിയുണ്ട് ഇടി കിട്ടുമോ എന്ന്, ബിക്കോസ് ഇന്ന് ഞാൻ നല്ല കുട്ടിയായിട്ട് ജോൺ ഇന്നത്തെ വില്ലൻ. പക്ഷെ മിറിൻഡ ഒരു പാവമാണ്. മിറിൻഡ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കാത്തൊരു പേഴ്സൺ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും നല്ലൊരു ബിഹേവിയർ ആയതുകൊണ്ട് എത്രമാത്രം നമുക്ക് ചൊറിയാൻ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല. ഇനി ബാക്കി ഇവൻ പറയട്ടെ, ഞാൻ മാത്രമായി പറയണേ ഇപ്പോൾ. റൈറ്റ്, മനസ്സിലാകാത്തവർക്ക് വേണ്ടി വെൽക്കം ടു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് പറയുന്നത്, ഇന്ന് പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിറിൻഡയാണ്. മിറിൻഡ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ മിറിൻഡയെ പറയുന്നത് പൂജിതനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഹീറോയിനായിട്ട് പൂജിത വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. ആസ് യൂഷ്വൽ അവരെ നമ്മളൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. സോ നല്ല നല്ല കുറച്ച് മുഹൂർത്തങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നടി, നീ റെഡിയല്ലേ? ഞാൻ റെഡിയാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹലോ, വെൽക്കം ടു എക്സ് ഫാക്ടർ. ഇന്ന് നമ്മൾ ഫാഷൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്ന എക്സ് ഫാക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ഫാഷൻ്റെ പുതിയ ഒരു ആർട്ടിസ്റ്റാണ് ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. സോ മേക്ക് ഓവർ സെഗ്മെൻറ്റിൽ നമുക്കൊപ്പം വൺ ഓഫ് ദ ലീഡിങ് കേരളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നമ്മളൊപ്പം ഉള്ളത്. പേര് ഞാൻ തന്നെ പറയുന്നില്ല, കാരണം അവർ തന്നെ പരിചയപ്പെടുന്നതായിരിക്കും. ചിലർക്കൊക്കെ കണ്ടു പരിചയം ഉണ്ടാവും, എങ്കിലും സംസാരിച്ച് പരിചയം ഉണ്ടല്ല. ഗസ്റ്റ് ഇന്നത്തെ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എൻ്റെ ഫ്രണ്ട് കൂടാണ്. സോ ആർട്ടിസ്റ്റ് പൂജിത മേനോൻ. ഹായ് പൂജിത. ഹലോ. അപ്പോൾ വെൽക്കം ടു ദ ഷോ. എക്സ് ഫാക്ടറിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ഹായ്, പേര് നവാസ്. എനിക്കറിയാം കേട്ടോ, ഞാൻ പ്രേക്ഷകർക്ക് മിറാൻഡ. ഇത് നവാസ്, ഇത് മിറാൻഡ. അപ്പോൾ മേക്കപ്പിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പൂജിത റെഡി അല്ലേ? ഞാൻ റെഡി. സോ ഇന്ന് നമുക്കൊരു ബ്രൈഡൽ സെക്ഷന്റെ ഒരു കവറപ്പ് നമുക്കൊരു പോർട്ട്ഫോളിയോ സ്റ്റൈലിൽ ചെയ്യാം. എനിക്ക് വൺ മോർ ഹാപ്പി തിങ് പറയാനുള്ളത്, ഇതിന് മുന്നേ എനിക്ക് 3 years ബാക്ക് ഒരു അവാർഡ് ഫംഗ്ഷന് പോയപ്പോൾ മിറിൻഡ മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവാർഡൊന്നും കിട്ടിയിട്ടില്ല, കാണാൻ പോയതല്ലേ? എന്തായാലും ആ സമയത്ത് എനിക്ക് കുറെ അപ്രീസിയേഷനും കുറെ കോംപ്ലിമെന്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടുഡേ ഐ എം റിയലി എക്സൈറ്റഡ്. നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് മിറിൻഡ. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആദ്യം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു ആർട്ടിസ്റ്റിനെ കിട്ടില്ല, ആദ്യം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഫേസ് ചെയ്യുന്നതാണോ? ഫേസ് ആണ് തുടങ്ങുന്നത്. നമ്മൾ ഫസ്റ്റ് സ്കിൻ ടോൺ ആണ് നോക്കേണ്ടത്. ഓക്കെ, സ്കിൻ ടോൺ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. പൂജിത സ്കിൻ ടോൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ, കാരണം ഒരുപാട് ഷൂട്ടിലൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ബാക്കിയുള്ളവരേക്ക് പോകാം അല്ലേ പൂജിത? ഓക്കെ, അതിന് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ട് തൊഴുന്ന് പറയും. നമ്മൾ ആദ്യം നമ്മളൊക്കെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മിക്കവരും ഞാൻ ഉൾപ്പെടെ കുറെ പേര് പുറത്തിറങ്ങി നല്ല രീതിയിൽ നടക്കുന്നത് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ നമ്മൾ അവരെ റെസ്പെക്ട് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടല്ലോ, ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എത്ര മിനിറ്റിന്റെ ഒരു പ്രക്രിയയാണ് ഈ ചെയ്യുന്നത്? ചായ കുടിക്കാൻ പോകാനാണ്. അല്ല, ഫുൾ റൗണ്ട് എത്ര എടുക്കും? ഫേസ് നമുക്ക് ചെയ്യണമെങ്കിൽ ഫേസ് ചെയ്യാനാണെങ്കിൽ 45 minutes. റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൈമർ യൂസ് ചെയ്തു. ബേസ് കഴിഞ്ഞു, ഇനി ബേസ് പ്രൈമറാണ് യൂസ് ചെയ്യേണ്ടത്. അത് പ്രൈമർ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് അലർജീസ് ഒന്നും ഉണ്ടാകാതിരിക്കാനും മേക്കപ്പ് പെട്ടെന്നൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. റൈറ്റ്. ഇനി അടുത്ത ശേഷം കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കൺസീലറാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നക്ഷത്രം കണ്ടോ? ജോണ കണ്ടപ്പോ നാട്ടുകാർ കൂടി. ചേച്ചിയെ തിരിച്ചത് കാണിച്ചോണ്ടല്ലോ, കൂവിന്റെ ബഹളമായിരിക്കും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ ബോളിവുഡ് ആക്ട്രസ് ആണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഓട്ടോഗ്രാഫ് ചോദിക്കും. നമ്മൾ സാധാരണ ഇപ്പം ഞാൻ കൂടുതൽ ഷോസിലൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഹെഡ് വരെയൊക്കെ കേരളത്തിൽ ചെയ്യുന്നതാണ്. പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ ചിലർ ഫുൾ ബോഡി ചെയ്യുക, ഐ മീൻ അവർ ഏതൊക്കെയാണോ പാർട്സ് എക്സ്പോസ് ചെയ്യുന്ന ആ പാർട്സിലൊക്കെ ചെയ്യാറുണ്ട്. ഐ മീൻ കേരളത്തിലുള്ള മോഡൽസ് എങ്ങനെയാണ്? കംഫർട്ടബിൾ ആണ്? അതൊരു പ്രൊഫഷനായിട്ട് അവർ എടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുഴപ്പമെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ഷോസിന് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫേസ് മാത്രമായിരുന്നു ചെയ്യിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ റിസൾട്ടിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഷോസ് എല്ലാം ഒരു ഫുൾ ബോഡി വരെ ചെയ്യിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അവർ കംഫർട്ടബിൾ ആണ്. അതൊരു പ്രൊഫഷനായിട്ട് തന്നെ ഏറ്റെടുത്തല്ലേ? നിങ്ങൾക്ക് ഒരുപാട് സുന്ദരികളൊക്കെ മേക്കപ്പ് ചെയ്യാൻ കിട്ടിയ ഭാഗ്യമായിരിക്കും അല്ലേ? ദാറ്റ്സ് മൈ പ്രൊഫഷൻ. സോറി.
ഇപ്പോൾ വളരെ മനോഹരം. ഇപ്പം തന്നെ കണ്ട ആ മുഖത്തുള്ള കുരുക്കൾ, പാടുകൾ, ചൊറിച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. ഈ ചോദിച്ചിട്ടും കുരുക്കളൊക്കെ ഓൾറെഡി അങ്ങനെയല്ല നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വന്നിരുന്ന പൂജിത ഇപ്പോൾ ഉള്ള പൂജിത വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എങ്ങനെയാണ് അപ്പൊ ഇതാണ് നമ്മൾ ഈ മലയാളത്തിലുള്ള മിക്ക നടിമാരുടെ ഒരു രഹസ്യം. എന്തെങ്കിലും അലർജികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആഫ്റ്റർ മേക്കപ്പ്? നിങ്ങൾ സാധാരണ ഒരു കോട്ടൺ ക്ലോത്ത് ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് കുറച്ച് റാഷസ് വരും. പക്ഷെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഡെയിലി നൈറ്റ് മറ്റേ സ്കിൻ ക്ലീൻ ചെയ്ത് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഇറ്റ്സ് ഫൈൻ. കണ്ടില്ലേ ആ പൂജിതയുടെ 3 പാടുകൾ അടയ്ക്കുന്നത്? ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. നമ്മൾ ഒരു കോമഡി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. നമ്മൾ ഈ ബഡ്ജറ്റ് നോക്കിയിട്ട് മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടി വിക്കാർ കുറച്ച് പൈസ വരുന്നുണ്ട്, അവർക്ക് ചെറിയ രീതിയിൽ മേക്കപ്പ്. സിനിമക്കാർ കുറച്ച് കൂടുതൽ പൈസ വരുന്നുണ്ട്, അവർക്ക് നല്ല രീതിയിൽ മേക്കപ്പ്. അങ്ങനെ പ്രോഡക്ട്സുകൾ മാറ്റാം അങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? ബഡ്ജറ്റിനനുസരിച്ച് പ്രോഡക്റ്റ് മാറുമോ എന്നുള്ള എൻ്റെ ഒരു ചോദ്യം. ബഡ്ജറ്റിന് അല്ല, നമ്മൾ ഒരു ബഡ്ജറ്റ് ആദ്യമേ അവരോട് പറയും. അവരൊരു ബഡ്ജറ്റ് നമ്മളോട് പറയുമ്പോൾ നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല. ഓക്കെ ഓക്കെ. വിളിച്ചു വരുത്തിയിട്ട് എന്തായാലും പറ്റിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ വലിയ പ്രശ്നമാവില്ലേ? ഇന്നേവരെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ഈ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുടെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ജാൻമണിയുടെ അടുത്താണെങ്കിലും ഇപ്പോൾ രഞ്ജുവിൻ്റെ അടുത്താണൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 3-4 പേരെ എടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ഇവർ തന്നെ പറയാനുള്ളത്. അപ്പോൾ രഞ്ജു പറഞ്ഞ ആദ്യത്തെ വ്യക്തി താങ്കളാണ്, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. രഞ്ജുവിന്റെ കൂടെ കുറെ കാലമായോ രഞ്ജുവിൻ്റെ കൂടെ ഞാൻ 2.5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ഇപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്? ബേസ് കഴിഞ്ഞു. ബേസ് കോട്ടിങ് കഴിഞ്ഞു. നെക്സ്റ്റ് കോണ്ടോറിയനാണ്. കോണ്ടോറിയൻ. ഓ, എല്ലാം ട്രെൻഡിങ് പേരുകളാണ്. കോണ്ടോറിയിലേക്ക് കിടക്കാം. കോണ്ടോറി അല്ല, ഒന്ന് പറഞ്ഞോളൂ. കോണ്ടോറി ചിലപ്പം വിചാരിച്ചാൽ കോണ്ടോറിങ് നടക്കട്ടെ, ഞാനങ്ങ് മാറത്തരാന്നായിരിക്കും. അതായത് അതിന്റെ അർത്ഥം നമ്മുടെ ഫേസിന്റെ തടി കുറയ്ക്കും അല്ലേ? ഫേസിന്റെ തടി കുറയ്ക്കും, ചീക്കിന് ഹൈലൈറ്റിംഗ് കൂട്ടും, പിന്നെ ജോസ് ഷാർപ്പ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടിട്ട് ഈ നോസ് കട്ട് ചെയ്യുന്നൊക്കെ പറയാം മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മൾ പിടിക്കും നോസ് എങ്ങനെ മൂക്ക് ചെറുക്കും കട്ട് ചെയ്യണം. എന്താ ഈ നോസ് കട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സസ്? നോസ് കുറച്ച് ലെങ്ത് ഫീൽ ചെയ്യാനായിട്ട്. ഇപ്പം എൻ്റെ ഒക്കെ ഒരു വളവുണ്ട്, സ്ട്രൈറ്റൻ ആക്കുകയാണോ നോസ് കട്ടിങ്? അതോ അതെ ഒരു സ്ട്രൈറ്റ് ആക്കാം അല്ലേ? ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമോ? കട്ടിംഗ് That's why they are professionals, no? ഒന്നും വേണ്ട, നമുക്ക് ആക്ടിങ് എന്ന് പറയുന്നൊരു കഴിവ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട സിനിമയിലേക്ക് വേണം. സൗന്ദര്യമൊക്കെ ഇവരൊക്കെ ഉള്ള കാലത്തുള്ളത് പോലെ അത് കിട്ടും. നിങ്ങൾ ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? അല്ലേ പറഞ്ഞത്, നമുക്ക് മേക്കപ്പ് കാണുമ്പോഴാണ് സീരിയസ്ലി, അതല്ല ഒരാളെ റിയൽ ആയിട്ട് കാണുമ്പോഴും ആഫ്റ്റർ കാണുമ്പോഴും ഞാൻ പറഞ്ഞത് കല ആക്ടിങ് എന്ന് പറയുന്ന സ്കില്ല് മാത്രം മതി. ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ്, അത് ഇവരുണ്ടാക്കി തന്നോളും. നമുക്ക് ഏജ് കുറയ്ക്കുന്ന രീതിയിലും അത് മേക്കപ്പ് ഒരു പരിധിയിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഇപ്പം നമുക്ക് ഈ ഏകദേശം ഇപ്പോൾ ഈ ഒരു മുഖം നോക്കിയാണ് നമുക്ക് വീണ്ടും ഒരു കോളേജ്, ഒരു ക്യാമ്പസ് സ്റ്റോറി ഒക്കെ ചെയ്യുന്ന ഒരു ലെവലിലും പൂജിതയുടെ ഫേസിനെ നമുക്ക് ആക്കാൻ പറ്റും. ഹെയർ സ്റ്റൈലും കൂടി ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഒരു യൂത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാൻ എന്താണ് കൊടുക്ക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഏത് കളറായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? ന്യൂഡ് ഷെയ്ഡോ? ന്യൂഡ് NUD. ഓ, ദാറ്റ് വാസ് എ സെക്സി ഷെയ്ഡ്. ഹർഷൽ വന്നോണ്ടിരിക്കുന്നു. എന്താ ചോദിക്കാനാ? അല്ല ചോദിച്ചതാ ഞാനേ, കോസ്റ്റ്യൂംസ് അവർ പറഞ്ഞ മെഷർമെന്റ് നിന്റെ മെഷർമെന്റ് വ്യത്യാസമുണ്ട്. നിന്നെ ആരാ വിളിച്ചതെന്ന് രാവിലെ? എന്നെയോ? ആ, കോസ്റ്റ്യൂം ഇതാണ്. ഇതൊന്ന് വിളിച്ചേ, അവർ പറഞ്ഞ മെഷർമെന്റ് വ്യത്യാസമുണ്ട്. കാരണം ഇവളുടെ വലുതാ പറഞ്ഞത്. ഒരു മിനിറ്റ്, ചെയ്തോ. ആര്? ശ്രീലക്ഷ്മിയോ? ശ്രീലക്ഷ്മിയാണ് വിളിക്കാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ വരാം. അല്ല ശ്രീലക്ഷ്മി ഞാൻ വിളിക്കാൻ പറഞ്ഞില്ലേ? അയ്യോ എനിക്കറിയത്തില്ലായിരുന്നു. സത്യമായിട്ട് അറിയായിരുന്നെങ്കിൽ ഞാൻ ഈ ഗുലുമാലിൽ ഇറങ്ങുമോ? ഇല്ല സത്യമായിട്ട് അറിയത്തില്ല. പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞു പൂജിതയാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരണത് പറഞ്ഞത്. ഇതിപ്പോ ഇത്ര വലിയ പുകലുണ്ടാക്കണ്ടേ? ഇപ്പം പുകലുണ്ടാക്കട്ടെ. ഇപ്പം ഞാൻ
എന്നാൽ പിന്നെ അർഷൽ ഇത് നേരത്തെ തുറന്നു പറയേണ്ട കാര്യമില്ല. ഇത് ആൾക്കാരെ വിളിച്ചിട്ട് ഇപ്പോൾ അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഒരുമാതിരി അവരുടെ ഹെയർ വരെ തുടങ്ങി ചെയ്തു പിടിക്കുക. ആള് മാറി, നീയല്ല ശ്രീലക്ഷ്മിയാ. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം ആയിരുന്നു. വേറെ ഷൂട്ടാണ് നിന്റെ എന്നോട് പറഞ്ഞായിരുന്നു. അല്ല, ഹർഷൽ പറഞ്ഞു നിന്നെ വെച്ചിട്ടല്ല ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് നിനക്ക്. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു വേറെ ആരും ഇല്ല വന്ന് തുടങ്ങി. എന്നോട് ഹർഷലാണ് ഫോട്ടോഷൂട്ട് ഇപ്പോഴാണ് അറിയണേ. ഇന്ന് ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. അതാ മെഷർമെന്റ് തന്നപ്പോഴേ എനിക്ക് തെറ്റിപ്പോയി മൊത്തത്തില്. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ ശരിയാവണേ? അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നേ, ഇതിപ്പോൾ ആകെ ഗുലുമാലായി. ഇപ്പം നിങ്ങൾ പൊക്കോ, ഞങ്ങൾക്ക് അടുത്ത ഷൂട്ട് വെക്കണം. നമുക്ക് ഷിഫ്റ്റ് ചെയ്താലോ, അല്ലെ പണി പാടും. അതെ, എന്നോട് ഇന്ന് ഫോട്ടോഷൂട്ട് പറഞ്ഞു. അവിടെ ഞാൻ വരുമോ, നിങ്ങൾ സംസാരിക്കുക. അതെ, കുറച്ചുകൂടെ അത് മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങൾ. പൂജിത, നീ ഇങ്ങനെ കുറച്ച് വിളിച്ച് നിന്നാൽ മതിയോ? കുറച്ചുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഞാനപ്പോൾ ഇവിടെ നിന്ന് നോക്കട്ടെ. അർഷൽ നടക്കുന്നില്ലടി, അത് ശരിയാകത്തില്ല. അർഷൽ പറയുന്നത് വെച്ചാൽ അവരോട് സോറി പറ. നിന്റെ അടുത്ത് സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം നീ ലാസ്റ്റ് വർക്ക് ചെയ്തപ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ട്, നിന്റെ അടുത്ത് സംസാരിക്കത്തില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് 500 രൂപ എന്നിട്ട് ടീ ആകാൻ കോളി സോറി പറയാൻ പറഞ്ഞു. നിനക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് മെറിനോട് സംസാരിക്കാൻ പറയും. ജുബിനായിട്ടല്ലേ? പിന്നെ എന്തിനാ ആർഷല് പറയണേ നിങ്ങൾക്ക് 500 രൂപ തന്നിട്ട് പറഞ്ഞേക്കാൻ? വാട്ട് നോൺസെൻസ്. എന്തായാലും ലഞ്ച് കഴിഞ്ഞിട്ടില്ലേ പൂജിത? പ്ലെയിൻ ബില്ലും മേടിച്ചോണ്ട് വരണം. എത്ര? 200 രൂപ. എനിക്ക് ഷൂട്ട് ഉണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട്. ഇവർക്കും വർക്ക് ഉണ്ട് 4 മണിക്ക്. നിങ്ങൾക്ക് വർക്ക് ഇല്ലേ? നിങ്ങളത് പൈസയും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു ജുബിനെല്ലാം പറഞ്ഞതാ. ജുബിൻ പേയ്മെന്റ് പറഞ്ഞു. ഞാൻ എൻ്റെ പേയ്മെന്റ് പറഞ്ഞതിന് ശേഷം ഞാൻ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. എത്ര രൂപ പറഞ്ഞേ? 8 രൂപ. അയ്യോ, ഇതിപ്പോ ഗുലുമാലായല്ലോ. ഞാൻ വേറെ ഷൂട്ട് എടുത്തില്ലല്ലോ. ഇതുള്ളതുകൊണ്ട് എനിക്ക് വേറെ ഷൂട്ട് വന്നിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്തേക്കണല്ലേ. വേറെ എടുത്തില്ല ഇന്നത്തെ ദിവസം. 8 രൂപ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ ആകെ കൂടെ കൊടുക്കുന്ന 1000 രൂപയാണ്. ജുബിനോട് ചോദിച്ചു നോക്ക്. അസിസ്റ്റന്റിനോട് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നിങ്ങളിപ്പോ ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. പൂജിത ഒന്ന് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ജുബിന്റെ ഇതല്ലേ അടുത്ത മേക്കപ്പ് അടുത്ത മോഡൽസും എത്തിക്കൊണ്ട്. അല്ല, മേക്കപ്പ് ഇവര് തന്നെ, അത് ഞാൻ കുഴപ്പമില്ല. പൂജിത ഒന്ന് മാറണം. എന്നിട്ട് അടുത്ത ഞാൻ ഇത്ര നേരം മിണ്ടാണ്ടിരുന്ന മേക്കപ്പ് ആള് മാറിപ്പോയതല്ലേ, ഇതൊന്ന് വിളിച്ച് ചോദിച്ചുകൂടെ? എന്നാ ഞാനും അതാ ഇപ്പൊ ഇന്നലെ കോസ്റ്റ്യൂംസിന്റെ മെഷർമെന്റ്സ് എന്നോട് ഓൺ കോസ്റ്റ്യൂംസ് കൊണ്ടാണ് ജുബിൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞെടുത്തിട്ട് എന്റെ ബാഗിൽ വേറെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല കാര്യങ്ങൾ, അങ്ങനെയല്ല. ഇവരിവിടെ നിന്നോട്ട്, ഇവര് വർക്ക് ചെയ്യണം. ഇവർക്ക് 4 മണിക്ക് വേറെ ഷൂട്ട് ഉണ്ടെന്ന്. നിങ്ങൾ സംസാരിക്കും. ഞാൻ എന്ത് പറയാൻ? ഞാൻ ഇപ്പൊ പൂജിത ഇവിടെ വന്നപ്പോഴേ പൂജിത ആണെന്ന് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. എന്നോട് 2 ദിവസം മുമ്പേ പൂജിത പൂജിത നമുക്ക് പിന്നെ വർക്ക് ചെയ്യാം. ഇപ്പൊ ഒരു കുട്ടി വരുന്നുണ്ട്, അപ്പൊ അതങ്ങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. പൂജ നീ പൊക്കോ. എനിക്ക് പറ്റില്ല. ഐ വോണ്ട് മൈ ഡേയ്സ് പേയ്മെന്റ്. നീ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നീ ഒരു കുട്ടി വെച്ചിരിക്കുന്ന കാര്യമാണ്. നിനക്ക് പറഞ്ഞ മേക്കപ്പ് നിനക്ക് ഇടണം അല്ലേ? ഇവർ മോശമല്ലേ ചെയ്യണം? ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് ഇവരെ പ്രോബ്ലമാണ് അത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അവർ ആർഷലായിട്ട് ഓക്കെ, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അവരും അവർ കുട്ടീനെ വെച്ച് മോശമല്ലേ? അല്ലല്ല, ഞാൻ മേക്കപ്പിന് മാത്രം 8 രൂപ പറഞ്ഞു. കാരണം അത് ഞാൻ പറയാൻ ചെയ്തത്. ഞാൻ ഡേറ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ പേയ്മെൻറ്റ്. അപ്പോൾ പറഞ്ഞു ഓക്കെ. ജുബിൻ പറഞ്ഞു ഓക്കെ 8 രൂപ സംസാരിച്ചിട്ടുണ്ട്, പേയ്മെൻറ്റ് 8 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് വേറെ വർക്ക് ഫോൺ വിളിച്ചത്. ജുബിനാണ് എന്നെ ഫോൺ ചെയ്യണമെന്നും കാര്യങ്ങളെല്ലാം. ഞാനും പൂജിതയായിട്ടല്ല. അതെടുക്കാൻ പറ്റത്തില്ല ആ പരിപാടി. കാരണം നീ അല്ല ക്ലയന്റ് വേറെ, പിന്നെ നിന്നെ വെച്ചിട്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാണ് എനിക്ക് I want my days payment. നിങ്ങൾ വേറെ ആരെങ്കിലും This is very insulting. എന്താ ചെയ്യാ? എനിക്ക് പേയ്മെന്റ് കിട്ടണം. അത് തന്നെ എനിക്ക് പേയ്മെന്റ് കോംപ്രമൈസ്. ഞാൻ പറഞ്ഞല്ലോ അതിൽ കോംപ്രമൈസ് ഇല്ലെന്നോ. 2000 രൂപ കോംപ്രമൈസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ഓൾറെഡി മേക്കപ്പ് കഴിഞ്ഞ ആള് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം. ആ ജുബിന് എന്തോ സംസാരിച്ചതിന്റെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം.
ഈ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ മാസം എന്തോ ഇതേപോലെ എന്തോ പ്രോബ്ലം, എന്തോ ഷൂട്ടിന് നടിക്കില്ല, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. മുടി കെട്ടി ഒരു റബ്ബർ ബാൻഡ് കൊടുക്കും, മുടി കെട്ടി വെക്കും. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞത് സൊല്യൂഷൻ അല്ലല്ലോ. എന്താ ഞാനിപ്പോൾ ചെയ്യണ്ടേ? ഹർഷൽ പറയാതൊന്നും കാര്യം നടക്കത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഹർഷൽ പറയുന്നത് ഹർഷൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഇറങ്ങി ഓടിക്കണം. അല്ല, നിങ്ങളിനി പൂജതര ചെയ്യണ്ട, മോഡൽ മാറി വെറുതെ പൂജതര. ഇല്ല, അത് റബ്ബർ ബാൻഡ് കെട്ടി വെച്ചു. നമുക്ക് ഇറങ്ങാം, ബാ പാക്ക് ചെയ്തു. നിങ്ങൾ ഞാൻ എന്ത് ചെയ്യാനാണ് ബാ, എൻ്റെ മണ്ടയ്ക്കെല്ലാം കൂടെ ഒന്നാമത് ഈ പണിക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ പകുതി കാര്യങ്ങൾ പഠിച്ചിട്ട് ഇറങ്ങി തിരിക്കണം. വെറുതെ ഇറങ്ങി തിരിച്ചോണ്ട് കാര്യമില്ല. വന്നപ്പോൾ തൊട്ട് ചൊറിയാനും തുടങ്ങിയതാ നമ്മളെല്ലാവരെയും. എന്താ ചെയ്യാനാ പറയാ? മിറിണ്ട, ഞാൻ എന്താ ചെയ്യണ്ട പറയും? ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക? ഇത്ര നേരം മേക്കപ്പ് ചെയ്തിരുന്നിട്ട് ആരുടെ പ്രോബ്ലം? എൻ്റെ പ്രോബ്ലം. ഞാൻ ആരും ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ ഇല്ല. എന്നെ ജുബിൻ വിളിച്ചു, ഞാൻ കൺഫേം ചെയ്തു. മിറിണ്ടനെ ജുബിൻ വിളിച്ചു, മിറിണ്ടയും കൺഫേം ചെയ്തു. നീ ഹർഷല് പറയാതെ ആള് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും. അർഷലിനെ വേണ്ടെന്ന് വെക്കാം, അർഷലിനെ വിളിച്ച് ക്യാൻസൽ ചെയ്യാം. അങ്ങനല്ല, ഹർഷലിന് ഞാനപ്പോ പറഞ്ഞു രഞ്ജുവിന്റെ ഇതാ പറഞ്ഞത് മേക്കപ്പ് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ അത് ഏത് രഞ്ജു അല്ലേത് ഏത് കോപ്പായാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എന്നാ പിന്നെ നമ്മളെ ക്യാമറ നിങ്ങൾ വന്നാ ഇവിടെ ഇരുന്നോ? ആയിരിക്കും. ഞാൻ പോവല്ലോ, ഞാൻ ഇവിടെ എന്താണ് ഇഷ്യൂ? എനിക്ക് ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ. എന്താ അർഷന്റെ പ്രശ്നം? അല്ല, അർഷല് ഇപ്പൊ പറയണെന്ന് വെച്ചാല് അർഷലും പൂജിച്ചിട്ട് എന്ത് ഇഷ്യൂ ഉണ്ട്? എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല, ശരിക്കും പറഞ്ഞ ഇഷ്യൂ ഒന്നുമില്ല. അതന്നെ, അത് നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി സംസാരിച്ചു തരുമോ? ഞാനിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മള് വന്നു, നമ്മളെ വർക്ക് പൈസ വന്നു, ഏത് ആവശ്യമായിട്ട് നമ്മൾ വർക്ക് പൂജനെ വിളിച്ച് അവരാണ് പൂജിതക്ക് വർക്ക് ചെയ്യാൻ പൂജനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂജയുടെ പേയ്മെന്റ് പൂജിതമാണ്. ഞാൻ സംസാരിച്ചു, ഞാൻ ഇവിടുത്തെ മാനേജറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കേൾക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം. അത് ആള് മാറിപ്പോയത് ഞാൻ ഒരിക്കലും വിളിച്ചു വരുത്തി ഇങ്ങനെ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞേക്ക് നിനക്ക് പെട്രോളിൻ്റെ 500 സംസാരിക്കും പ്ലീസ്. എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഇൻവോൾവ് ഇൻ ദിസ്. നിങ്ങൾക്ക് എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു എൻ്റെ ഡേറ്റിൽ ഞാൻ വർക്ക് കളഞ്ഞിട്ടാണ് ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്യും. എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കാം. അല്ലാണ്ട് എനിക്ക് ഹർഷലിൽ എൻ്റെ ഫോട്ടോ ഹർഷലിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വർക്ക് ചെയ്തത് ഹർഷലിൻ്റെ കൂടെ. നീ പറയാം അപ്പോൾ ഹർഷൽ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൊണ്ടുവരാൻ എനിക്ക് അവരുടെ കാര്യം. എൻ്റെ പേയ്മെൻറ്റ് എൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഒന്നുമില്ല, ആകെ 110 രൂപയുണ്ട്. അപ്പോൾ ഞാൻ ജോലിയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. പറഞ്ഞ ആളും എല്ലാം മാറിപ്പോയി. എൻ്റെ കയ്യിലാണ് പൈസ. അതല്ലല്ലോ. അല്ല, നിങ്ങൾ പിന്നെ രാവിലെ ഞങ്ങളെ വിളിച്ച് വിളിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അല്ല അല്ല, മിറാണ്ട് മിണ്ടാതിരിക്കണോണ്ടാണ് ഇങ്ങനെ 100 രൂപ വെച്ച് നീട്ടാൻ പറ്റിയ ആളാണ്. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നത്? 100 രൂപ വെച്ച് നീട്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ പേയ്മെന്റ് നിങ്ങൾ വാങ്ങിച്ചു, എനിക്കും തരാനുള്ള പേയ്മെന്റ് തന്നെ. ഞാനല്ലല്ലോ നിങ്ങളെ വിളിച്ചത്. തെറ്റാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിളിച്ചു വരുത്തിയതാണ് ഇവിടെ. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? അതാണ് അയാളുടെ അസിസ്റ്റന്റ് ഞാൻ. അത് മനസ്സിലായി. സാധാരണ ഓണർ ആണല്ലോ മിണ്ടുന്നത്, അസിസ്റ്റൻസ് മിണ്ടാറില്ല. ഇപ്പൊ അങ്ങനെയല്ലേ? നിങ്ങൾ ഇവിടെ പറഞ്ഞത് എനിക്ക് പിടിച്ചില്ല. ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ഓണർ മിണ്ടില്ല, കഴിവേട്ട ഓണറല്ല. അയാൾ മിണ്ടില്ല. രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് 10 പറഞ്ഞിട്ട് ഞങ്ങളോട് 10 മണിക്ക് ഇവിടെ എത്തി. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവില്ല, ഒരുപാട് ക്യാൻസലേഷൻ. അല്ല, നിങ്ങൾ വന്നത് 11 മണിക്കാണ്. അയാൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. എന്നിട്ട് 10 മണിക്ക് ഞാൻ ഇവിടെ വന്നു. ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഇതൊക്കെ മോശമുണ്ട്. നിങ്ങളിപ്പോ 100 രൂപ എടുത്തിരുന്നിട്ട് 100 രൂപ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങള്. ഇതെന്താ പറയുന്നേ? അല്ല, നിനക്ക് 500 ഉണ്ട്, നിനക്ക് 500, ഇവർക്കുള്ള 100. 500 ഇൻസൾട്ട്, ആൾക്കാരെ ഇൻസൾട്ട് ചെയ്തോ? പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്, സംതിങ് കോൾഡ് ലിമിറ്റ്. നിങ്ങൾ വന്നത് 11 മണിക്ക്. എന്നിട്ട് മിറിണ്ട മിണ്ടില്ല. നിങ്ങൾ ഇപ്രാവശ്യത്തേക്ക് നല്ലൊരു കട ഒരു 10,000 രൂപ ഞാൻ കാര്യമായിട്ട് പറയാം. ആ 10,000 രൂപ നിങ്ങൾക്ക് അപ്പം തന്നെ 6,000 രൂപ തിരിച്ചു വരും. 4,000 രൂപ ഈ പണിക്ക് ഇറങ്ങിയത് ഇതാരത്?
എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. കണ്ടിട്ടുണ്ടോ മോനെ ടി ഞാൻ വിയിൽ? കണ്ടിട്ടില്ല. ആങ്കർ ആണത്, ജോ എന്ന് പറയും. എന്തായാലും ശരി, എന്താ നിങ്ങളൊന്ന് പാക്ക് പൊതിഞ്ഞോ എല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞു വെച്ച് കെട്ടിക്കോ. ഞാൻ എന്താ പറയാ ഇതിനോട്? പ്രവർത്തിച്ചു. കേൾക്കുന്നുണ്ടോ? ഇല്ല രഞ്ജു, ഇപ്പൊ എന്താ സംഭവം നടക്കണെന്ന് അറിയോ? നിങ്ങൾ മൊത്തത്തിൽ ഹായ് മിറാണ്ട, ഇത് വന്നിട്ട് ഓ മൈ ഗോഡ് എന്ന പ്രോഗ്രാം ആണ്, ചീറ്റിംഗ് പ്രോഗ്രാം. ഒരു പണി തരണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ അത് ആർക്കാണെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. നിന്റെ പേരാണ് എന്റെ മനസ്സിൽ വന്നത്. ബട്ട് എനിക്കിത് നേരിട്ട് കാണാൻ പറ്റാതായി പോയി. എനിവേ ഐ എം സോ ഹാപ്പി നിന്നെ പറ്റിച്ചതിൽ. താങ്ക് യു സോ മച്ച് രഞ്ജു. അപ്പോൾ രഞ്ജുവിൻ്റെ 2 സുഹൃത്തുക്കൾ, 2 ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ രഞ്ജു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സർപ്രൈസ് പ്രോഗ്രാമാണ്, ഓ മൈ ഗോഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. പക്ഷെ മിറിന്റെയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? വിഷമമുണ്ടോ? എനിക്കങ്ങനെ ഇവിടെ 2 തെറി വിളിക്കാൻ വന്നതാണ് കേട്ടോ. മിറാണ്ടനെ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മിറാണ്ടന്റെ ഫിഗർ മാറിപ്പോയി. പിന്നെ എനിക്കത് ഫീൽ ചെയ്തു. മിറാണ്ടനെ ഇതേവരെ ഞാൻ കൂടെ എനിക്കത് മനസ്സിലായി, കാരണം ഞങ്ങൾ ഒരുപാട് പേരെ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. ചിലർ പൊട്ടിത്തെറിക്ക് കരയാറുണ്ടാവും. അപ്പം ഞാൻ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് കളയട്ടെ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചേട്ടൻ്റെ കണ്ണാകെ നിറഞ്ഞിട്ട് പറഞ്ഞത്, നിങ്ങളെന്തിനാ അങ്ങനെ പറയുന്നത്, പൈസയെ പറ്റി അല്ലല്ലോ ചോദിച്ചു, അതങ്ങനെ എടുത്ത് കളയണ്ടെന്നുള്ളത് അത് അടിപൊളിയാണ് ചേട്ടാ. ഇങ്ങനെ തന്നെ ധൈര്യമായിട്ട് നടക്കട്ടെ പ്രൊഫഷനിൽ. നായക നടിയുടെ അഭിനയം കണ്ടായിരുന്നു ആണല്ലേ? നായികയും രഞ്ജു കൂടെ ചേർന്നാണ് ഇവർക്ക് പണി കൊടുത്തത്. എന്തായാലും ഞാനാണ് രഞ്ജുവിനെ വിളിച്ച് ചോദിച്ചത്, രഞ്ജു നമുക്ക് പണി കൊടുക്കാൻ ആരല്ലേ? മിറണ്ടയാണ് ഫസ്റ്റ് പേഴ്സൺ രഞ്ജു പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, മിറണ്ടന് നമുക്ക് അടി കിട്ടും. ഏയ് ഇല്ല, നീ നല്ലതായിട്ട് പറഞ്ഞാൽ മതി, മിറണ്ടയ്ക്ക് എനിക്ക് ശരിക്കും പണി ഏക്കും എന്നും പറഞ്ഞിട്ട് രഞ്ജു ആയിരുന്നു ഫുൾ പ്ലാനിങ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു രസകരമായി കാണുന്ന പ്രതീക്ഷയോടുകൂടി അടുത്ത ആഴ്ച പുതിയ ആൾക്കാരെ പറ്റി, ചിലപ്പോൾ ഇവരുടെ കൂട്ടുകാരെ ഇനി നിങ്ങൾ ആരോടും പറയരുത്, നമുക്ക് പണി കൊടുക്കാം, ഡാലു അവർക്കൊക്കെ പണി കൊടുക്കാം. ഏറ്റവും ഇവർക്ക് ആലോചിക്കുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. ഒരുപാട് പ്രശ്നത്തിലേക്ക് പോയി എന്നെ ഇത്. പക്ഷേ രഞ്ജു റെഫർ ചെയ്താണ് മിറാണ്ടനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രഞ്ജുവിനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് കൂടുതൽ വയലന്റിലേക്ക് പോകാത്. ഞങ്ങൾ ഇത്ര നേരം നിങ്ങളെ പറ്റി പൊക്കി നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവസാനം കൊണ്ട് വലം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ മേക്കപ്പ് ചെയ്യുന്ന ആ ചേട്ടന്മാരെ നമുക്ക് ഓർക്കാം ഈ സമയത്ത്, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പൈസ ചോദിക്കും, കുറച്ച് ഉച്ചത്തിൽ ചോദിക്കുന്നത് എന്നാലേ കിട്ടും. സോ ഇറ്റ്സ് ടൈം ഫോർ us to wind up. ശുഭരാത്രി.